ഹായ്, എല്ലാവർക്കും നമസ്കാരം. അലസിസിൻ്റെ ഒരു ഈക്വലൈസറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് അലസിസ് MEQ230. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇത് ലെഫ്റ്റ് ചാനൽ, ഇത് റൈറ്റ് ചാനൽ. ഓരോ ചാനലിലും 30 ബാൻഡാണ് കൊടുത്തിട്ടുള്ളത്. 25 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പ്ലസ് ഒരു ഗെയിൻ കൺട്രോളും ഉണ്ട് ഓരോ ചാനലിലും. ഇതിൽ 4 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പവർ, രണ്ടാമത് ഇൻ, രണ്ടാമത് 18 dB, നാലാമത് സിഗ്നൽ. ഇതിലൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇന്നും ഔട്ടും. ഇന്ന് സെലക്ട് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഈക്വലൈസർ വഴി നമുക്ക് ഔട്ട് കിട്ടും. ഔട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അതേ എനിക്ക് ഡയറക്റ്റ് ഔട്ടായിട്ട് കിട്ടും. ഈക്വലൈസറായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല. അങ്ങനെ രണ്ട് സൈഡും. പിന്നെ ഇതിലൊരു പവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വീല് AC 9 വോൾട്ടാണ് ഇതിൽ കൊടുക്കുന്നത്. ഇത് റൈറ്റ് ചാനലിൻ്റെ ഇന്ന്, ഇത് ഔട്ട്. ഇത് ലെഫ്റ്റ് ചാനലിൻ്റെ ഇൻപുട്ടും ഔട്ടും. പിന്നെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, അലസിസ് കോർപ്പറേഷൻ ലോസ് ഏഞ്ചലസ് സ്റ്റുഡിയോ സീരീസ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 9 വോൾട്ട് AC ആണ്, സിംഗിൾ സപ്ലൈ ആണ്. പക്ഷേ ഇതിനെ അവർ ഡ്യുവൽ സപ്ലൈ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 റെഗുലേറ്റർ വെച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ. ഇവിടെ നമ്മൾ 9 വോൾട്ട് AC കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 കപ്പാസിറ്റർ വഴി ഡയോഡിൽ വന്ന് ഈ 2 കപ്പാസിറ്റർ എത്തുമ്പോൾ ഇത് ഡ്യുവൽ സപ്ലൈ. ഇവിടെ 20 വോൾട്ടാണ്, +20 -20. ഈ 20 വോൾട്ടിനാണ് വീണ്ടും റെഗുലേറ്റ് ചെയ്ത് 12 ആയിട്ട് മാറ്റുന്നത്. ഇതിലൊരു റിലേയും കൊടുത്തിട്ടുണ്ട്. ഓൺ ചെയ്ത് 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് നോക്കാം. ഇത് -21, ഇത് +21. ഈ AC സപ്ലൈ ഇവിടെ വന്ന് DC ആക്കി ഡ്യുവൽ സപ്ലൈ ആക്കി മാറ്റിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ കിട്ടുന്നത് -12 വോൾട്ട്, ഇത് +12 വോൾട്ട്.